ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ബേബി ചപ്പൽ ചെയ്തെടുക്കാം. നമ്മളിവിടെ സോളിന് ബ്രൗൺ കളറും അപ്പർ പാർട്ടിന് മൾട്ടി കളറ് ആക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കളേഴ്സിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് ബിഗിനേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഈ ഷൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് 4plyയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ യാൺ ആണ്. നമ്മൾ ഒരു ബ്രൗൺ കളറ് ബേസിനും മൾട്ടി കളറ് ആണ് അതിൻ്റെ അപ്പർ പാർട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇത് 4ply ആണെങ്കിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് 1.75 mm ഹുക്ക് സെറ്റാണ്. 1.75 mm ഹുക്ക് സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സ് വേണം. പിന്നെ ഒരു ഫോം ഷീറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ സോൾ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഫോം ഷീറ്റ്, പിന്നെ അതൊന്ന് ഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെവിക്കോളിൻ്റെ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബ്രൗൺ കളർ, ഏത് കളർ യാണാണോ യൂസ് ചെയ്യുന്നത് ആ കളർ യാൺ എടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ സ്ലിപ്പ് നോട്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 20 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് എടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പം ഞാനിവിടെ 20 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 20 ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ഇഞ്ചാണ് മെഷർമെൻറ്റ് വരുന്നത്. അതുപോലെ നമ്മൾ 8 സെൻറ്റിമീറ്റർ, 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ 3 ഇഞ്ചും ഒരു പോയിൻറ്റും ഉണ്ട്. അപ്പോൾ സെൻറ്റിമീറ്ററിൽ നോക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ചാണ്, 8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പം നിങ്ങളെടുക്കുന്ന യാണിൻ്റെ ഹുക്ക് സൈസും അതുപോലെ ഹുക്ക് സെറ്റിൻ്റെ സൈസും അനുസരിച്ചിട്ട് ഈ സൈസ് മാറും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ 1.75ൻ്റെ ഹുക്ക് സെറ്റോ അതുപോലെ ഞാൻ 4plyയുടെ യാണുമാണ് എടുത്തത്. ഇതിലും ചെറുത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4plyയുടെ യാണ് യൂസ് ചെയ്യുന്നതിന് പകരം 3ply ആണ് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ചെയിൻ സ്റ്റിച്ച് കുറച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇവിടെ 20 ചെയിൻ സ്റ്റിച്ചാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 17 ഒക്കെ എടുത്താൽ മതി ചെറിയ സൈസാണെങ്കിൽ. ഞാനിപ്പോൾ ഇത് 6 to 1 year ആ ഒരു റേഞ്ചിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്ലിപ്പ് നോട്ട് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയിനിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 10 ചെയിനിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു ഇത് നമ്മൾ ലൂപ്പായിട്ട് കൗണ്ട് ചെയ്യും. ഇതാണ് ചെയിൻ. ഫസ്റ്റ് ചെയിനും സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, റണ്ണോട് ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. റണ്ണോട് ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. 4, 5, അടുത്തതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 6, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 7, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 8, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
7 ആയിട്ടുള്ള. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക 8. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക 9. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക 10. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി അടുത്ത ചെയിൻ തൊട്ടിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. നമുക്കിങ്ങനെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അവിടെ കൗണ്ട് ചെയ്താൽ നമുക്ക് 10 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നമ്മൾ അടുത്ത 8 ചെയിനിൽ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചെയിനിലേക്ക് യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചായി. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, തേർഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഫോർത്ത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഫിഫ്ത്ത് 1 ചെയ്യുക. അടുത്ത ചെയിനിൽ 6th, അടുത്ത ചെയിനിൽ 7th, അടുത്ത ചെയിനിൽ 8th. അങ്ങനെ 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചസ് കുറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 20 സ്റ്റിച്ചിന് പകരം 17 സ്റ്റിച്ച് എടുക്കണമെങ്കിൽ അപ്പോൾ 3 സ്റ്റിച്ച് കുറയും കേട്ടോ. അപ്പോൾ 3 സ്റ്റിച്ച് ഇവിടെ നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് 8 എണ്ണം ചെയ്തിട്ട് 9 എണ്ണം ചെയ്യുക. അതുപോലെ ഇവിടെ 8 എണ്ണം ചെയ്തത് 7 എണ്ണം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നമ്പർ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു ചെയിനിലാണ്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇത് നമ്മൾ ലാസ്റ്റ് ചെയിനാണ്. ഈ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ ചെയ്ത സ്റ്റിച്ചിൽ നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് വീണ്ടും ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഈ സെയിം തന്നെ 5 എണ്ണം കൂടി ചെയ്യണം. അങ്ങനെ ടോട്ടൽ നമുക്ക് 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ ഒരു ലാസ്റ്റ് ചെയിനിൽ വേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്തു, രണ്ടാമത്തത് ചെയ്യുക, 2 സെയിം സ്പേസിൽ തന്നെ തേർഡ് 1 ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ 4th ചെയ്യുക, സെയിം സ്പേസിൽ 5th 1 ചെയ്യുക, സെയിം സ്പേസിൽ 6th 1 ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ഒരു ചെയിനിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ലാസ്റ്റ് സ്റ്റിച്ച് കാണാൻ പറ്റും. ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിലും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുമ്പം നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഈ ഇവിടുന്ന് ആദ്യം നമ്മൾ 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ആയി. അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ തേർഡ് ഡബിൾ ക്രോഷ്യ ആയി. അടുത്തതിൽ 4th ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ ഈ ഒരു ടൈലൻഡ് ഉണ്ടാവുമല്ലോ, ഈ ഒരു ടൈലൻഡ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഹൈഡായി പോയിക്കോളും. ഇതിങ്ങനെ ഈ ഒരു ടൈലൻഡ് ഈ ഒരു ടൈലൻഡ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ 1 2 3 4 എണ്ണം ചെയ്തു. അടുത്തതിൽ 5, അടുത്തതിൽ 6, അടുത്തതിൽ 7, അടുത്തതിൽ 8. അതിന് നമ്മൾ അവിടുന്ന്
8 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇവിടേക്ക് 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണുള്ളത്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ട്. ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നോക്കുമ്പോൾ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കിനി കൺഫ്യൂഷൻ വരണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു ലാസ്റ്റ് ചെയിനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നമുക്ക് ആ ലാസ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയിനിൽ 2 എണ്ണം ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണാൻ പറ്റുമോ? ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഒരു ലൂപ്പിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് റൗണ്ടാണ്. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇത് നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് ചെയ്യുന്നത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ളത് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. അപ്പം നമ്മൾ കൗണ്ട് ചെയ്യാതെ തന്നെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ നമ്മളിങ്ങനെ ചെയ്തിട്ട് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നമ്മൾ ഓരോ റൗണ്ടും ചെയ്യുക. ഒരു റൗണ്ട് ചെയ്തിട്ട് അത് ഓക്കെ ആണോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ റൗണ്ടും എഴുതി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടും. അല്ല നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ നമ്മൾ ചെയ്തു പോയാൽ നമ്മൾ പാറ്റേൺ ആകെ മാറും. ഒരു സ്റ്റിച്ച് കുറയുക ഒരു സ്റ്റിച്ച് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ മുകളിലേക്ക് വരുമ്പോൾ പാറ്റേൺ ആകെ മാറിപ്പോവും. സ്റ്റിച്ചസിൻ്റെ എണ്ണമൊക്കെ ഡിഫറെൻ്റ് ആയി വരും. അപ്പോൾ അതൊക്കെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ റൗണ്ടും ചെയ്യുക. എന്നിട്ട് അത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത റൗണ്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിനി സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ ഈ സ്റ്റിച്ച് തൊട്ടിട്ട് ഈ സ്റ്റിച്ച് വരെ 6 സ്റ്റിച്ചിനെ നമ്മൾ 12 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 സ്റ്റിച്ചിലും 2 വീതം വെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ ചെയിൻ സ്പേസിൽ തന്നെ അടുത്ത ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ 6 സ്റ്റിച്ചിനെ 12 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സോളിൻ്റെ വിഡ്ത്ത് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലും 2 വീതം ചെയ്യാം. അങ്ങനെ തേർഡ് സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക.
4th സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 5th സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 6th സ്റ്റിച്ചാണ്. 6th സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. 2 4 6 8 10. ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷേൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് വെച്ചല്ല ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമുക്ക് 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ലാസ്റ്റത്തെ 4 സ്റ്റിച്ച് കൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ 1 2 3 4 നാലാമത്തെ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് 1 2 3 4 4th സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇനി നമുക്ക് അവിടെ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നതുകൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്യാതെ തന്നെ നമുക്ക് സ്റ്റിച്ചസൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യാതെ തന്നെ ആ സ്റ്റിച്ച് എത്തുമ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെയാണ് നമുക്ക് സ്റ്റിച്ച് മാറ്റേണ്ടത് എന്നൊക്കെ. അപ്പോൾ കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ ചിലപ്പം ഒരു സ്റ്റിച്ച് 2 സ്റ്റിച്ചൊക്കെ മിസ്സാവുകയോ അപ്പോൾ കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് മാർക്കറിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത 3 സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൽ തന്നെ സെയിം ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിലാണ് അപ്പോൾ നമ്മൾ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ 3 സ്റ്റിച്ചിനെ 6 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്തിട്ടുണ്ട്. 2 4 6 അങ്ങനെ 6 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്തു. ഇനി നമുക്കിവിടെ ബാലൻസ് ഒരു സ്റ്റിച്ച് ഉണ്ട്. ആ സ്റ്റിച്ചിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. നമ്മളെ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ്റെ അങ്ങനെ 1 2 സെക്കൻഡ് ചെയിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിലല്ല നമുക്ക് ഈ സൈഡ് ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ ആ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വരുന്നത്. ഇനി നമുക്ക് തേർഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ചെയിൻ ചെയ്തിട്ട് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ
ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് ഈ സ്റ്റിച്ച് മാർക്കർ എത്തിയ ആ ഒരു സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് അവിടെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കുക. നമുക്ക് സെയിം തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇവിടുന്ന് ഈ ഒരു ചെയിൻ എത്തുന്ന വരെ 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു ചെയിനിൽ 2 എണ്ണം ചെയ്തു. അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അടുത്ത ചെയിനിൽ നമ്മൾ ഒരൊറ്റ ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഈ അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡിൽ നമ്മൾ 1 ചെയ്തു. തേർഡിൽ നമ്മൾ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു. ഫോർത്ത് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഫിഫ്ത്ത് സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി സിക്സ്ത് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെവൻത്ത് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി എയ്ത്ത് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നയൻത്ത് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി 10th സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി 11th സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ 12th സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 12 സ്റ്റിച്ചിൽ 2 1 2 1 2 1 ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു വിഡ്ത്ത് ഇൻക്രീസിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലാസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ചെയ്തിട്ട് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ ആ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് സെയിമിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് സെയിം ടൈമിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് വണ്ണിലും നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. തേർഡ് വണ്ണിലും നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഫോർത്ത് വണ്ണിലും നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഫിഫ്ത്ത് വണ്ണിലും നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സിക്സ്ത് വണ്ണിലും നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ 6 ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ എന്നിങ്ങനെ ചെയ്ത് 6 ചെയിനിലും 2 എണ്ണം വീതം ചെയ്ത് 12 സ്റ്റിച്ച് ആക്കിയിട്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് വരെ ഒരു ചെയിൻ ബാലൻസ് ഉണ്ട്. ആ ഒരു ചെയിനിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത 2 ചെയിനിൻ്റെ ആ ഒരു ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് എടുക്കുക.
അപ്പോൾ നമ്മളെ സോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഈ ഒരു യാണിനെ നമുക്കിങ്ങനെ ആദ്യം ഫ്രണ്ടിലേക്കും പിന്നെ ബാക്ക് സൈഡിലേക്കും എടുത്ത് അങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ് വരുന്നത്. 4.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 11 സെൻറ്റിമീറ്റർ ആണ്. 4.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 11 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റിച്ചസ് കുറച്ച് എടുക്കുമ്പോൾ നമുക്ക് ന്യൂ ബോൺ ഒക്കെ ആണെങ്കിൽ ഒരു 9 മതി. അപ്പോൾ നമുക്ക് 9 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് ഈ ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റിച്ചസ് കുറച്ചിട്ട് ചെയ്താൽ മതി. സ്റ്റാർട്ടിങ്ങിൽ ബാക്കിയൊക്കെ സെയിം പാറ്റേൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ഒന്നും കൂടി ചെയ്തെടുക്കണം. സെയിം നമുക്ക് ഒന്നും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തതാണ്. അങ്ങനെ നമ്മൾ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് വണ്ണിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരു ബേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സോൾ എടുത്തിട്ട്, ഇത് നല്ല ഭാഗമാണ്, ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡ് ഈ ആണ് വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. നല്ല ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ നല്ല ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് സൈഡിലാണ് ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ ഏതെങ്കിലും ഈ സെൻറ്ററിൽ ബാക്ക് സൈഡിലാക്കിയിട്ട് ഹുക്ക് ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം ഹുക്കിനെ മുകളിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ ഹുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാം. അതിന് ശേഷം കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് നമുക്ക് യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയിന് പോലെ കാണുമല്ലോ, ആ ചെയിനിൽ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. കൂടി കാണിച്ചു തരാം. 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് കിട്ടും. വീണ്ടും നമുക്ക് തൊട്ടടുത്ത ചെയിനിൽ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, ചെയിൻ സ്റ്റിച്ച് ചെയിനിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ട് പോസ്റ്റാണ്, ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എടുത്തു കൊടുക്കുക. താഴേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, പിന്നെ മുകളിലേക്ക് എടുക്കാം. ബാക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ നിന്നാണ് ഇങ്ങനെ എടുക്കുക. ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് താഴത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു ചെയിനിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇട്ടു. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഒരു ബേസ് ഇങ്ങനെ വരും. അത് കിട്ടാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ചുറ്റിലും ഓരോ ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കാണാൻ പറ്റും. ആ ചെയിൻ സ്റ്റിച്ചിൽ നിന്ന് ആദ്യം താഴത്തേക്ക് കുത്തി കൊടുക്കുക, പിന്നെ ഇങ്ങനെ മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ചെയ്ത് നോക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം സിംഗിൾ ക്രോഷ്യ ഫ്രണ്ട് പോസ്റ്റ് ഒന്ന് ചെയിൻ സ്റ്റിച്ചിൽ ചെയ്ത് പഠിക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ചെയിനിൽ താഴത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിങ്ങനെ തൊട്ടടുത്ത ചെയിനിലേക്ക് ഇങ്ങനെ വലിക്കുക, യാണോ ചെയ്യുക. പിന്നെ മുകളിലേക്ക് എടുക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഈ ഒരു സെയിം പ്രോസസ്സ് നമ്മളിങ്ങനെ ഇതിൻ്റെ ചുറ്റിലും ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ ടഫായി തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിൾ തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
പിന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കറക്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ചുറ്റിലും ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ചുറ്റിലും ചെയ്യുക, എന്നിട്ട് ഇവിടെ എത്തിയിട്ട് നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ചുറ്റിലും ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ഇങ്ങനെ കാണുന്ന ആ ഒരു സ്റ്റിച്ചിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആണോ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ഈ 2 ലൂപ്പിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കും. ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ചെയിനിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഒരു റൗണ്ട് ചെയ്യുക. ഈ റൗണ്ട് മുഴുവനും നേരത്തെ നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യുന്നത് ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചുറ്റിലും ഓരോ ചെയിനിലും ഓരോ ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത ആ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്നുണ്ടല്ലോ, ആ ഒരു ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് വർക്ക് ടേൺ ചെയ്യാം. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്ത് വർക്ക് ഇങ്ങനെ ഇതുവരെ നമ്മൾ ഈ ഒരു ഉൾഭാഗത്താണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിങ്ങനെ വർക്ക് ടേൺ ചെയ്തിട്ട് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ നല്ല ഭാഗം, ഇത് നമ്മൾ ഉള്ളിൽ പോകുന്ന ഭാഗമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് ഈ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് കൂടിയാണ് ഫ്രണ്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വർക്ക് ടേൺ ചെയ്തിട്ട് ഇനി നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ വർക്ക് ടേൺ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. നേരത്തെ റൗണ്ടിൽ നമ്മൾ ഇങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇങ്ങനെയാണ് ഒരു 3 റൗണ്ട് നമുക്ക് ചെയ്യണം. ഇതിപ്പോൾ സെക്കൻഡ് റൗണ്ടാണ്. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയ്തിട്ട് നമുക്ക് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ ചുറ്റിലും ചെയ്യുക, അവിടെ വരെ എത്തിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൽ എത്തിയിട്ടുണ്ട്. ആ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ആ ഒരു സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ലൂപ്പ് കിട്ടും. ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ സെക്കൻഡ് റൗണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി തേർഡ് റൗണ്ടും ഫോർത്ത് റൗണ്ടും നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്യുക, ഓരോ ചെയിനിലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചുറ്റിലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും തേർഡ് റൗണ്ട് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഫോർത്ത് റൗണ്ടും ചെയ്യാൻ 4 റൗണ്ട് നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇനി നമുക്ക് ഒരു എക്സ്ട്രാ 2 സോള് വേണമല്ലോ. അപ്പോൾ ഒരു സോള് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം സെക്കൻഡ് സോൾ എടുക്കുക. ആ സോളിൽ നമുക്ക് ഈ ഒരു ഫോം ഷീറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ഫോം ഷീറ്റിൻ്റെ നേരെ നമുക്കിങ്ങനെ പെന്നുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സോളിൽ ചുറ്റിലൊന്ന് വരച്ചു കൊടുക്കുക. ശേഷം നമുക്ക് വരച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സോൾ എത്രയാണോ വലുപ്പമുള്ളത് ആ ഒരു വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഞാൻ പുറത്തല്ല ഉള്ളിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഉള്ളിലത്തെ മെഷർമെൻറ്റ് മതി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്ര പീസാണോ വേണ്ടത് അത്രയും പീസ് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇവിടുന്ന്
ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് 1 2 3 3 റൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ട് റൗണ്ട് ചെയ്തു. അതുകൂടാതെ നമ്മൾ 3 റൗണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ അപ്പർ പാർട്ടിലേക്ക് 4 റൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. 4 റൗണ്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ബേസിൽ ഇങ്ങനെ അപ്പർ പാർട്ടിലേക്ക് ഇങ്ങനെ നമ്മൾ വർക്ക് ടേൺ ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിൻ്റെ നേരെ ടോപ്പിൽ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യാം. യാണ് കട്ട് ചെയ്യാം. അതിന് ശേഷം യാണ് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. പിന്നെ ഈ യാണിനെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്കും പിന്നെ ബാക്ക് സൈഡിലേക്കും എടുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സോളിൻ്റെ ബേസ് കിട്ടുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം നമുക്ക് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ആ സോളിൽ നമ്മൾ കുറച്ച് ഫോം ഷീറ്റ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഫോം ഷീറ്റാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തതുകൊണ്ട് നമുക്കിങ്ങനെ 4 ഫോം ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ബേസിൽ റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന യാണിൻ്റെ തിക്നെസ് ഹുക്കിൻ്റെ സൈസൊക്കെ അനുസരിച്ചിട്ട് ഇത് ഈ സൈസ് ഡിഫറെൻ്റ് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ബേസ് ഏത് ബേസാണോ ചെയ്തിട്ടുള്ളത് ആ ബേസ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് നമ്മൾ ഈ സെക്കൻഡ് സോൾ എടുക്കുക. ഈ സോൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് സോൾ എടുക്കുക. സെക്കൻഡ് സോളിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ നോക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതാണ് നമ്മൾ സെൻറ്റർ വരുന്നത്. നമ്മൾ സ്റ്റിച്ചിൻ്റെ സെൻറ്റർ സ്റ്റിച്ച് വരുന്നത്. ആ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ സെൻറ്റർ എടുക്കുന്നത് കണ്ടോ, ഈ ഒരു ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ചെയിൻ സ്റ്റിച്ച്. ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ നേരെ ഇങ്ങനെ നോക്കിയിട്ട് ഈ ഒരു സ്റ്റിച്ച് ഇവിടെയാണ് നമ്മൾ സെൻറ്റർ വരുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഈ ഒരു സെൻറ്ററിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് 8 സ്റ്റിച്ച് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8. 8ാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് വീണ്ടും ഒരു സ്റ്റിച്ച് മാർക്കർ കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ഇത് 1 2 3 4 5 6 7 8 ഇവിടെ 8ആയി. ഇനി ഇവിടുന്ന് വീണ്ടും 8 സ്റ്റിച്ച് കൗണ്ട് ചെയ്യാം. 1 2 3 1 2 3 4 5 6 7 8. അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. നമുക്ക് ഈ ഒരു നമ്മൾ ഫസ്റ്റ് സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച് മാർക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഈ ഒരു സ്റ്റിച്ചിൽ നിന്ന് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇവിടെ 16 സ്റ്റിച്ചസ് ആണ്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്റ്റിച്ചിൽ നിന്ന് ഈ ഒരു സ്റ്റിച്ചിലേക്ക് 16 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. നമുക്ക് ഇവിടുന്ന് 14 സ്റ്റിച്ച് കൗണ്ട് ചെയ്യുക. ഇത് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഉള്ള ഈ ഒരു സ്റ്റിച്ച് കൗണ്ട് ചെയ്യേണ്ട, അല്ലാതെ 1 2 3 4 5 6 7 8 9 10 11 12 13 14. 14ാമത്തെ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അതുപോലെ ഇവിടുന്ന് നമുക്ക് 14 സ്റ്റിച്ച് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഈ 14ാമത്തെ സ്റ്റിച്ചിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 4 സ്റ്റിച്ച് മാർക്കറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇവിടെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് 8 എണ്ണം ഇങ്ങോട്ട് 8 എണ്ണം
കൗണ്ട് ചെയ്തിട്ട് 16 സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് 2 സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ 14 സ്റ്റിച്ച് കൗണ്ട് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ട് 14 സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കറിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ ഇവിടുന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ഇവിടുന്ന് താഴത്തേക്ക് എടുത്തിട്ട് മുകളിലേക്ക് നമുക്കിങ്ങനെ സ്റ്റിച്ച് ഈ ഒരു ഹുക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ മൾട്ടി കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. ഈ യാണ് കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ 21 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഞാനിവിടെ 20 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 21 അല്ല, 20 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 20 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റിച്ച് മാർക്കറിൻ്റെ ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്ക് ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് അല്ലെങ്കിൽ സ്ലീവ് സ്റ്റിച്ചാണ് ഞാൻ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് അല്ല. അവിടെ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിവിടെ ഈ ഒരു ഭാഗം ജോയിൻ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ആദ്യം ഈ സ്ലിപ്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ഒന്ന് മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അതിനിവിടെ 20 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. 20 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. 7 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 3 ഇഞ്ചാണ് വരുന്നത്. 3 ഇഞ്ച് അല്ലെങ്കിൽ 7 സെൻറ്റിമീറ്റർ ആണ് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന യാണിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് ഈ ചെയിൻ സ്റ്റിച്ചിൽ ഡിഫറെൻറ്റ് സൈസ് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് പറഞ്ഞു തരുന്നത്. ഇന്ന് നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ ഫ്രണ്ട് പോസ്റ്റ് സ്ലീവ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഭാഗം ജോയിൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഞാൻ സ്ലീവ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. അടുത്ത സ്റ്റിച്ചിൽ ഒരു സ്ലീവ് സ്റ്റിച്ച് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സ്ലീവ് സ്റ്റിച്ചിൽ നിന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കാം. മൾട്ടി കളർ യാണാകുമ്പോൾ ഒന്നുകൂടി ഭംഗിയുണ്ടാവും. ഇനി ഒരു കളർ യാണാണ് നിങ്ങളെ കയ്യിലുള്ളെങ്കിൽ ആ കളർ യാണ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സ്ലീവ് സ്റ്റിച്ചിൽ നിന്നുള്ളത് ആ ഒരു ലാസ്റ്റ് എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സ്ലീവ് സ്റ്റിച്ച് എന്നുള്ളതിൽ ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ യാണൊന്ന് വലിച്ചു കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ഈ ഒരു യാൺ ഇങ്ങനെ മുകളിലായി കിടക്കുന്നത് കാണാം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള യാണാണ്. ആ യാണ് നമുക്കൊന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് താഴ്ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ ടൈലൻ്റ് എടുത്തിട്ടുള്ള യാണാണിത്. ഈ യാണ് നമുക്കൊന്ന് താഴ്ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്തിട്ടുള്ള സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു നമ്മളെ റണ്ണിങ് യാണിലേക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി അടുത്ത ഫ്രണ്ട് പോസ്റ്റ് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 20 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യുന്നത് 21 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 21 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 21 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്ലീവ് സ്റ്റിച്ച് ചെയ്ത അടുത്ത ഭാഗത്തേക്ക് ഈ സ്റ്റിച്ചിലേക്ക് തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു ഫ്രണ്ട് പോസ്റ്റ് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സ്ലീവ് സ്റ്റിച്ചിൽ നിന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ഈ എൻഡ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഓരോ ചെയിനിലും ഓരോ സ്ലീവ് സ്റ്റിച്ച് എന്നുള്ളത് ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയിനിൽ ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷേ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോസ്റ്റ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തു. വീണ്ടും 21 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. വീണ്ടും അടുത്ത ഭാഗത്ത് നമുക്ക് ഫ്രണ്ട് പോസ്റ്റ് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് എത്രയാണോ ഇതിപ്പോൾ നമ്മൾ 3 റൗണ്ടായി, എത്ര റൗണ്ടാണോ വേണ്ടത് അത്രയും റൗണ്ടിൽ നമുക്കിങ്ങനെ കുറച്ച് റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് 20 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്ലീവ് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ എത്ര റൗണ്ട് ചെയ്തെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 റൗണ്ട് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. 8 റൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് നമ്മളെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബേസിൻ്റെ ഈ ഒരു തിക്നെസ് എത്ര വേണമെന്നുണ്ടെങ്കിൽ, എത്ര വീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ 8 റൗണ്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ നമ്മൾ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നമുക്ക് ഈ താഴെ ഭാഗത്തേക്ക് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്യാം. യാൺ വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക.
അതിന് ശേഷം നമുക്കിങ്ങനെ അടിഭാഗത്തേക്ക് ഈ ഒരു യാണിനെ വലിച്ചു കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു അപ്പർ പാർട്ടിലുള്ള ഈ ഒരു ഭാഗം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇങ്ങനെ കെട്ടി കൊടുക്കാം. യാൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടി കൊടുക്കാം. ഈ ഒരു യാണ് കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്നും കൂടി കെട്ടി കൊടുക്കാം. ബാക്കിലേക്ക് ആക്കിയിട്ട് കെട്ടി കൊടുക്കാം. നമ്മൾ കെട്ടുന്ന ഈ കെട്ട് ബാക്ക് സൈഡിലേക്ക് ആവണേ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ മുന്നിൽ കാണും. ബാക്കിലാക്കിയിട്ട് കെട്ടുക. ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലുള്ള ഇതിൻ്റെ അപ്പർ പാർട്ടിലേക്കുള്ള ബാക്ക് സൈഡ് നമ്മൾ ചെയ്യാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു ബേസ് ചെയ്തിട്ടുള്ള സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് മുകളിൽ നിന്ന് ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് എടുക്കുക, വീണ്ടും മുകളിലേക്ക് എടുക്കുക. അതിന് ശേഷം കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് യാൺ എടുക്കുക, ചെയിൻ 1 ചെയ്യാം, ഒരു ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതിന് നമുക്ക് അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോസ്റ്റാണ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അത് താഴത്തേക്ക് എടുക്കുക, പിന്നെ മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ വർക്ക് ഇങ്ങനെ അപ്പർ പാർട്ടിലേക്ക് ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ടേൺ ആയി വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഫ്രണ്ട് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യാം. നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്, ഫ്രണ്ട് പോസ്റ്റ് ഒന്നുമല്ല, സാധാ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇങ്ങനെ ആ ഒരു നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഇവിടെ വരെ എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ഇങ്ങനെ അപ്പർ പാർട്ടിലേക്ക് ടേൺ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് അവിടെ ലാസ്റ്റ് എവിടെ ചെയ്തതെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക, സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും. അല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചെയിന് ഇട്ടത്.
അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഒരു റൗണ്ടും കൂടി നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കുക. 1 അപ്പോൾ നമ്മൾ വർക്ക് ഇങ്ങനെ അപ്പർ പാർട്ടിലേക്ക് ഇങ്ങനെ ഇൻക്രീസായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തേർഡ് റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇതുവരെ ചെയ്യുക. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റൗണ്ടും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഈ ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഈ നമ്മൾ ഫസ്റ്റ് ചെയ്ത സെയിം സ്പേസിൽ തന്നെ, ഈ ചെയിൻ 1 ചെയ്ത സെയിം സ്പേസിൽ തന്നെ ആണോ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ആണോ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. ആണോ ചെയ്യുക, ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് ഇങ്ങനെ ചെയ്യുക. ഇനി ഇവിടെ ലാസ്റ്റ് 2 സ്റ്റിച്ച് വരുന്ന വരെ നമ്മൾ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഈ ഒരു 2 സ്റ്റിച്ച് മാത്രം സ്കിപ്പ് ചെയ്യുക. ഈ സ്റ്റിച്ചിന് നമ്മൾ ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 സ്റ്റിച്ചിന് ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് രണ്ടാമത്തെ സ്റ്റിച്ച് എത്തുന്നവരെ നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡിക്രീസിങ് ചെയ്തു. പിന്നെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് 2 സ്റ്റിച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 സ്റ്റിച്ചിനെ നമുക്ക് ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുക, ആണോ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ആണോ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. ആണോ ചെയ്ത് ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യാം. പിന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ലാസ്റ്റ് ഈ ഒരു ഡിക്രീസിങ് ചെയ്തതും പിന്നെ ഒരു സ്റ്റിച്ചും നമുക്ക് കൂട്ടിയിട്ട് ഡിക്രീസിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റിച്ച് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡിക്രീസിങ് ചെയ്തു. ഇനി ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ലാസ്റ്റ് 2 സ്റ്റിച്ച് ബാലൻസ് ഉണ്ട്. ഈ 2 സ്റ്റിച്ചിനെ നമുക്ക് ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യാം. വീണ്ടും ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ 2 സ്റ്റിച്ചിനെ നമുക്ക് ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യാം. നമുക്ക് എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് 2 സ്റ്റിച്ച് എത്തുന്നവരെ ഈ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റ് 2 സ്റ്റിച്ചിനെ നമുക്ക് ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യാം. വീണ്ടും ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഫസ്റ്റ് 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ചസ് ഡിക്രീസായി വരുന്നത് കാണാം. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ചെയിനിലും ബാക്കിയുള്ള എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ 2 സ്റ്റിച്ചിനെ ഡിക്രീസിങ് ചെയ്യാം. സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ലാസ്റ്റ് 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യാം. വീണ്ടും ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഫസ്റ്റ് 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുക.
വീണ്ടും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഇനി 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യാം. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യാം. നമുക്ക് ഒരു സ്റ്റിച്ചിനെ 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കാം. പിന്നെ ഇവിടുന്ന് നമുക്ക് 1 2 3 4 5 6 7 8 പിന്നെ നമ്മൾ ഈ 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുക. അപ്പോൾ 9. ടോട്ടൽ നമുക്ക് 10 സ്റ്റിച്ചാണ് ഇവിടെ കിട്ടുക. 2 ഡിക്രീസിങ് ചെയ്തതും പിന്നെ 8 എണ്ണം ഇതിൻ്റെ ഉള്ളിൽ ചെയ്തതും, അങ്ങനെ നമുക്ക് 10 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയിൻ 1 ചെയ്യാം, വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഡിക്രീസിങ് ചെയ്യുന്നില്ല, ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. 10 സ്റ്റിച്ച് കിട്ടി. ഇനി ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യാം. ഇനി ഇവിടുന്ന് ഫസ്റ്റിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സെയിം സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ചെയിൻ 1 ചെയ്യാം. ഇനി ഇവിടുന്ന് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ചെയിൻ 1 ചെയ്യാം. 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് വീണ്ടും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ചെയിൻ 1 ചെയ്യുക. 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി വീണ്ടും ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഈ സ്റ്റിച്ചിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യാം. യാണ് കട്ട് ചെയ്തിട്ട് യാണ് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അതിനുള്ള ഒരു ഭാഗം പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൊട്ടടുത്ത ചെയിനിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ള തൊട്ടടുത്ത ചെയിനിൽ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. താഴത്തുനിന്ന് മുകളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അപ്പർ പാർട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മളൊരു ബോർഡർ പോലെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇങ്ങനെ ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഈ ടൈലൻ്റ് ഇതിൻ്റെ കൂടെ ഞാൻ ഹൈഡാക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഹൈഡാക്കി കൊടുക്കാം. നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ചെയിനിൽ നമുക്ക് 1 സെയിം തന്നെ 2 സെയിമിൽ തന്നെ 3 സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വർക്ക് കണ്ട് ടേൺ ആവും. ഇനി നമുക്ക് ഈ അടുത്ത സ്പേസ് ആണുള്ളത്. ഈ സ്പേസിലും നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2
ഇനി നമുക്ക് അടുത്ത ഒരു സ്പേസാണ്. ആ സ്പേസിലും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2. ഇനി നമുക്ക് വീണ്ടും അടുത്ത സ്പേസാണുള്ളത്. ഇങ്ങനെ നമ്മൾ ചെയിൻ 1 ചെയ്തിട്ട് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു സ്പേസാണ്. അവിടെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2. ഇനി നമ്മൾ ലാസ്റ്റ് ചെയിനിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 സിംഗിൾ ക്രോഷ്യയാണ്, ഡബിൾ ക്രോഷ്യ അല്ല. 1 2 3. അപ്പോൾ നമ്മൾ ഇവിടെയും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു ലാസ്റ്റ് ചെയിനിലും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഈ സ്പേസിൽ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എത്തുന്ന വരെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോർഡർ ചെയ്ത് കൊടുക്കാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ലാസ്റ്റിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം, യാണ് കട്ട് ചെയ്യാം. അതിനുശേഷം യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു യാണിനെ ഇങ്ങനെ താഴത്തേക്ക് എടുത്ത് കൊടുക്കുക. അതൊക്കെ നമുക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന യാൺസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടി കൊടുക്കാം. ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇതുപോലെ ഇത് അവിടെ നിന്നോട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഹൈഡാക്കി കൊടുക്കാം. നമുക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഫ്രണ്ടിലേക്കുള്ള യാൺസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഇത് തമ്മിൽ നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ആ സോളിൻ്റെ അടിയിൽ പോകും. എന്നാലും ജസ്റ്റ് ഒന്ന് കൂടുതൽ യാൺസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ അപ്പർ പാർട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പർ പാർട്ട് റെഡി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇത് നമുക്ക് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു സോളും വെച്ചിട്ട് നമുക്കൊന്ന് ഗം ചെയ്തിട്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഗമ്മാക്കി കൊടുക്കുന്നുണ്ട്. ആ സോളും അവിടെ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഫോം ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഫോം ഷീറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് 1 2 3 4 എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഫോം ഷീറ്റിലും നമുക്കിതുപോലെ ഗമ്മ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെൻറ്ററിലും ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ 2 ഇതിലേക്ക് കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ചാണ് ഞാൻ ചുറ്റിലും ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്യുക.
നമുക്ക് ഈ ഫസ്റ്റ് ഈ 2 ലൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് ലൂപ്പും ഈ അപ്പർ പാർട്ടിൻ്റെ ബാക്ക് ലൂപ്പും ഈ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ളതിൻ്റെ സോളിൻ്റെ ഫ്രണ്ട് ലൂപ്പുമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അപ്പർ പാർട്ടിൽ ബാക്ക് ലൂപ്പ്, സോളിൻ്റെ ഫ്രണ്ട് ലൂപ്പ്, ഫസ്റ്റ് കാണുന്ന ലൂപ്പ് കാണുമ്പോൾ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഈ ഒരു അപ്പർ പാർട്ടിൻ്റെ ബാക്ക് ലൂപ്പും താഴെ ഭാഗത്തെ സോളിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ചുറ്റിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സോളും അപ്പർ പാർട്ടും നമ്മൾ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ട് തിരിച്ചു വരാം. നമുക്കതിൻ്റെ ഒരു കയറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 യാണ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കയറ് കുറച്ച് കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് 2 യാണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും മെഷർമെൻ്റ് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് കൗണ്ട് ചെയ്യണ്ട. നമുക്ക് എത്രയാണോ ഈ ഒരു ഷൂസിൻ്റെ കെട്ടാനുള്ള ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്തു. അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 32 ഇഞ്ചാണ്. 32 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സെൻറ്റിമീറ്റർ വരുമ്പോൾ 80, 81, 82 ആ ഒരു 82 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. 32 ഇഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ചെയിൻ സ്റ്റിച്ച് ആ ഒരു സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത്രയും എടുക്കുക. 28 അല്ലെങ്കിൽ 30, 32, 36 അങ്ങനെ ആ ഒരു രീതിക്ക് എടുത്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷൂസിൽ ഈ ഒരു കയർ എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഈ ഒരു കയറിന് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കെട്ടുള്ള ഭാഗം ഇങ്ങനെ അപ്പർ പാർട്ടിലേക്ക് ഇങ്ങനെ കെട്ടായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇനി നമുക്കിങ്ങനെ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ ആ ഹോളിലേക്ക് ഇങ്ങനെ ഹുക്കിൻസ് നമ്മളെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ യാണ് വലിച്ചിട്ട് കെട്ടിക്കൊടുക്കാം. നമുക്ക് ഏതാ ഇഷ്ടമുള്ള മോഡലിൽ കെട്ടിക്കൊടുക്കാം കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. നമുക്കങ്ങനെ ഇഷ്ടമുള്ളത് ആ ഒരു രീതിയിൽ കെട്ടിക്കൊടുക്കാം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.
ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരാണെങ്കിൽ ഒക്കെ ഒന്ന് പോയി കാണുക. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഷൂസ്. പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം കുട്ടികളുടെ കാലിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. എന്നാൽ പിന്നെ ഊരി പോകുമൊന്നുമില്ല. കാൽമേൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ബോ പോലെയൊക്കെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏത് സൈസിലും വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 6 to 1 year ആ ഒരു സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഈ ഒരു ഷൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ